ചോദിച്ചു പിന്നെ 13-ാമതുദ്ധവനും വേദിപ്പാൻ യമനിയമാതി ശാസനങ്ങളെ യമമാകുന്നതത്ര നിയമമെത്രയെന്നും ശമമെങ്ങനെ ദമമെങ്ങനെ തിദിക്ഷയും ധൃതി എങ്ങനെ ദാനം തപസ്സാകുന്നതെന്റെ സത്യവും ശൗര്യം ത്യാഗമെന്തെന്നും ധനം ഇഷ്ടവും യജ്ഞമെന്റെ ദക്ഷിണ എന്തെന്നതും ഇഷ്ടദേശ്വര പുമാന്മാർക്കുള്ള ബലമെന്റെ ലാഭമെന്തെന്നും വിദ്യ എന്തെന്നും ശ്രീയും ശ്രീയും ശോഭിത സുഖമെന്റെ ദുഃഖമെന്തെന്നും പിന്നെ വിദ്വാനേവനെന്നതും മൂർഖനാമനേത് വഴിയും വഴികേടും സ്വർഗവും നരകവും ബന്ധുവും ഗുരുഗൃഹമാണ്യനും ദരിദ്രനും ബുദ്ധി സംഗ്രഹൻ വിപരീതനും കൃപണനും ഇവക വിവരങ്ങൾ അരുളി ചെയ്യണമെന്നേവം ഉദ്ധവവാക്യം കേട്ടരുൾ ചെയ്തു നാഥൻ. കേട്ടാലും അഹിംസയും നേരതും കക്കായികയും പുഷ്ടശുദ്ധിയും അസംഗത്വവും അസംശയവും ആസ്തിക്യം ബ്രഹ്മചര്യം മാനം സ്ഥൈര്യവും ക്ഷമ നാസ്തി ഭീതിയും ശൗചം ജപവും തപം ഹോമം ശ്രദ്ധയും ആദിത്യവും എന്നുടെ അർച്ചനയും ശ്രദ്ധയേവരാർത്ഥേഷു തീർത്ഥാടനവും പരന്മാർക്ക് ഉപകാരം ചെയ്യുകയും സന്തോഷവും പരിദിനാചാര്യനെ സേവിക്ക ഇവയെല്ലാം നിയമങ്ങൾ. ഇതുതന്നെ നിയമമെന്നും ചൊല്ലാം. സമമീവക രണ്ടും പാർത്താൽ ദ്വാദശവിധം പുരുഷർക്കെല്ലാം ഉപാസിപ്പതും മുക്തിപ്രദം. ധരിക്ക ഇത് ശമം പിന്നെ മന്നിഷ്ഠായോഗം ബുദ്ധിക്ക് ദമം പിന്നെ ഇന്ദ്രിയ സംയമനം ബുദ്ധിയിൽ അറിഞ്ഞാലും ഇതുതാനല്ലോ ദമം. തിദിക്ഷയാകുന്നത് ദുഃഖത്തെ സഹിക്കുകയും ധൃതിയാകുന്ന ജിഹോവസ്തങ്ങൾ ജയിപ്പതും ദണ്ഡന്യാസത്തിൽ പരം ദാനമില്ലറിഞ്ഞാലും നിർണയം കാമത്യാഗം തപസ്സാകുന്നു താനും. ശൗര്യമാവത് സ്വഭാവത്തെത്താൻ ജയിപ്പത് കാര്യകാരണ സമദർശനം സത്യമല്ലോ സുഹൃതൻ. അഹോ സത്യവാക്കുതാൻ പരികീർത്തിയ നന്നായി ശോഭിപ്പിച്ചിടുന്നതും അതുതന്നെ കർമ്മങ്ങളോട് നിസ്സംഗത്വമാവത് ശൗചം. നിർമായം ത്യാഗമെന്നതാകുന്നു സന്യാസവും. ധർമ്മമിഷ്ടധനമാം മൃക്കൾക്കു ഞാൻ താൻ യജ്ഞം. നിർമ്മല ജ്ഞാനവാക്യം ദക്ഷിണയാകുന്നതും പ്രാണായാമമാം ബലമീശ്വരൻ സർവമെന്ന് നിർണയം ലാഭമെന്നറിഞ്ഞിടുദ്ധവാനീ. ആത്മബോധത്തെ കൊണ്ടിട്ടെത്രയും അഭേദത്വം നിർമ്മല വിദ്യ എന്നതുള്ളത്തിൽ അറിഞ്ഞാലും അകർമ്മസു ജുഗുപ്സ ഹ്രീ ശ്രീയും ഗുണങ്ങളിൽ അനേപേക്ഷിതം. സുഖം ദുഃഖ സുഖാത്യമം കാമ സൗഖ്യേച്ഛ തന്നെ ദുഃഖമായി ഭവിക്കുന്നു. ബന്ധമോക്ഷങ്ങൾ രണ്ടും ജ്ഞാനത്താൽ അറിഞ്ഞുടൻ ബന്ധമില്ലെന്ന് കണ്ട് വാണിയിടുന്നവൻ വിദ്വാൻ. ദേഹോഹമെന്ന ബുദ്ധിയുള്ളവനല്ലോ മൂർഖൻ. ആഹന്ത വഴി മമ നിഗമ പുരാണങ്ങൾ ഉത്ഭതമാകുന്നത് ചിത്തവിക്ഷേപമല്ലോ. ഉത്ഭതം കരണാദിമാർഗമെന്നൊരു പക്ഷം സത്വമാ ഗുണോദയം. സ്വർഗവും നരകമോ സത്വമല്ലാതെ തമോ ഗുണത്തിന്റെ ഉദയമാം ഉധവ. ബന്ധു ഗുരുരൂപനാം ഞാൻ താനല്ലോ തച്ചരീരമാം ഗൃഹം. മാനുഷ്യം ഗുണി ആഢ്യൻ സന്തോഷമില്ലാതവൻ ദരിദ്രൻ. മഗ്നേന്ദ്രിയന് ആന്തരമേതുമില്ല കൃപണൻ അവനല്ലോ. ഗുണത്തിൽ അസംഗത ബുദ്ധിമാൻ ഈശനല്ലോ. ഗുണത്തിൽ സംഗീ വിപര്യനെന്നറിഞ്ഞാലും ഉധവാ ഇനി നിന്റെ ചോദ്യത്തിൻ ക്രമം പോലെ സിദ്ധമാം ഉത്തരങ്ങൾ നന്നായി നിരൂപിക്കാം. ബഹുവായി ഗുണദോഷവർണ്ണ ലക്ഷണത്താലേ ഇഹ എന്തൊരു ഫലം. ഗുണദോഷങ്ങൾ പാർത്താൽ ഇവതൻ ഗുണദോഷ ചിന്തനമല്ലോ ദോഷ
ദോഷവർജിതമാകും ഗുണമെന്നറിയണം. അഹിംസാദികൾ യമനിയമെന്നുള്ളതും മഹിമാനമാം ബുദ്ധി തന്നെ അടക്കം താൻ ശമമാവുന്നതെന്നും ഇന്ദ്രിയാദികൾ തന്നെ ശമനം ചെയ്തു നിർത്തിയിടുന്നത് ദമമല്ലോ. ഇത്തരമെല്ലാം അരുൾ ചെയ്തത് കേട്ട് പിന്നെ ചിത്തമോദേന 14 ചോദിച്ചാൻ ഭഗവാനെ സർവർക്കും സർവവേദം വേദിപ്പാനൊരു ദൃക്കാകുന്നതും ഭവാൻ കേൾക്കാൻ. വിധിയും നിഷേധവും ഗുണവും ദോഷകർമ്മം സാധുത്വം വർണ്ണാശ്രമഭേദം ദ്രവ്യങ്ങൾ കാലം ദേശവും വയസ്വർഗ നരകഭേദങ്ങളും പാശബന്ധവും മോക്ഷഭേദാദി ഗുണദോഷം ഇങ്ങനെ ഭേദമായി വിധിക്കുന്നത് വേദം. മംഗലമെന്നീ ഗുണദോഷമതൊന്നില്ലെന്നും ചൊല്ലുന്നു വേദം. ഇതു രണ്ടും പാർക്കുമ്പോൾ വേദമല്ലാതാക്കുവാനെന്നോ ഗുണദോഷങ്ങൾ ഭേദം. ഇതുകൾ രണ്ടും തിരിച്ചരളി ചെയ്യണമേ മതി വിഭ്രമം ഇതുകൊണ്ടെനിക്കേറ്റമുണ്ട് എന്നത് കേട്ട് ജഗന്നായകനരുൾ ചെയ്തു. മാനവന്മാർക്ക് മറ്റൊന്നാവതില്ലായ്ക മൂലം ഉത്തമമെന്നാൽ 3 യോഗത്തെ മനുഷ്യർക്ക് മുക്തി സിദ്ധിപ്പാനല്ലോ വേദാന്തസാരമായി ചൊല്ലിനേ ജ്ഞാനം ഭക്തി കർമ്മവും ഇവ 3 ചൊല്ലുന്നു പുരുഷാർത്ഥ സാധന ഇവയെന്നും. ഇത് 3 തന്നിലുള്ള വേദങ്ങളാൽ വിധിയും നിഷേധവും 2 ചൊൽവൂ വേദം. അധികാരികൾ തന്റെ വേദങ്ങൾ ഗുണദോഷവിധിയും ഗ്രഹിച്ചിട്ട് ശാന്ത സത്വരായി വന്നാൽ ഗുണദോഷത്താൽ ദോഷമില്ലെന്നു ചൊല്ലും. പിന്നെ ഗുണവാൻ ഗുണം മേന്മേലോർത്ത് നിർഗുണനാകും. ഗുണത്തെ ത്യജിച്ചന്നെ ഗുണത്തെ കൈക്കൊള്ളുമ്പോൾ ഗണിച്ചു വിട്ടാൽ ഗുണം ദോഷമായി തോന്നിക്കൂടും. ഗുണത്തെ തിരിഞ്ഞുമേൽ ചൊല്ലുന്നു മനോഗുണം. ഗണിച്ചു വിട്ടാൽ ഗുണം നിർഗുണമെന്നായി വരും. നിർഗുണ ഗുണാഗുണവേദാവേദവും വരും. നിർഗുണം ഗുണമെന്നേ ഇല്ലെന്നു ചൊല്ലും. പിന്നെ ഇങ്ങനെ വരുവാനും എന്തതിൻ ഭേദം ചൊൽവൻ. മംഗളമത് കേട്ടു കൊള്ളുക വഴി പോലെ നിവൃത്തഗൃഹനായി വൈരാഗ്യ സംയുക്തനായവന് ജ്ഞാനയോഗം വിധിച്ചതറിഞ്ഞാലും നിവൃത്തിക്ക് ഇച്ഛയില്ല. കാമത്താൽ കർമ്മികളായവർക്ക് കർമ്മയോഗം വിധിച്ചു വേദമിടോ. ഏകദേശമായി മനഃശുദ്ധി വന്നിതു. പിന്നെ ശോക വിച്ഛിന്ന വൈരാഗ്യവും വന്നീല. എന്നാൽ അവർക്ക് ഭക്തിയോഗം വിധിച്ചതിന് ക്രമം കേവലം ചൊല്ലാം. ജ്ഞാനത്തിങ്കല ഭേദമാം അദ്വൈതാനന്ദ സിദ്ധി വിദ്യയായി വരും നിരം. അദ്വൈതമെന്നേ കർമ്മത്തിങ്കല ഗുണദോഷം. ഭക്തിമാർഗത്തിൽ ജ്ഞാനകർമ്മങ്ങൾക്കു വിരോധയുക്തമായി വിവേകത്തിൻ മാർഗമാം ഫലം വരും. യാതൊരു പുമാനിക എതിർച്ഛാജാതനായി ചേതസാ മുമ്പിലെന്റെ സൽക്കഥാശ്രദ്ധനായാൽ അവന് ഭക്തിയോഗം സിദ്ധിക്കും. അതല്ലാതെ ഏവൻ കർമ്മത്തിൽ സക്തൻ അവന് മുക്തിയില്ല. മുമ്പിനാൽ എന്റെ കഥാശ്രദ്ധനായി എത്രത്തോളം അമ്പിനാൽ അത്രത്തോളം സ്വധർമ്മനിഷ്ഠനായി ജ്ഞാനബുദ്ധിയും പിന്നെ ഉണ്ടാകും. ജ്ഞാനം വന്നാൽ ഊനമാം സ്വർഗ നരകങ്ങൾ 2 അവനില്ല. മറ്റൊന്നും അവൻ പിന്നെ ആചരിക്കുകയുമില്ല. മുറ്റുമീ ലോകത്തിങ്കൽ വർത്തമാനങ്ങളായ ധർമ്മനിഷ്ഠന് ദുരിതാദികൾ ശാന്തമായി നിർമ്മല ശുദ്ധനായി വിശുദ്ധ ജ്ഞാനം തന്നെ ഉണ്ടാക്കിയിടുന്നു. മമ ഭക്തിയും എതിർച്ചയാ കണ്ടിരിക്കവേ വന്നു ഭവിക്കുന്നു. സ്വർഗവാസികൾ മമ ഭക്തിയും ജ്ഞാനത്തെയും സദ്ഗതിക്കായിട്ട് ഇച്ഛിച്ചങ്ങനെ വസിക്കുന്നു. മറ്റുള്ള മൂഢന്മാരാൽ ലോകവാസികളെല്ലാം മറ്റു ഓരോ ലോകങ്ങൾ ഇച്ഛിക്കുന്നു. ജ്ഞാനഭക്തികൾ കൊണ്ടും മാനവൻ ദുർഗാദിയും തന്നുടെ ലോകം നരകത്തെയും കാംക്ഷിപ്പില്ല.
ദേഹാദിബന്ധാൽ പ്രാന്തചിത്തനായി ഇഹപരമാകന്ത നരകവും മാനവൻ പ്രാപിക്കുന്നു. മുമ്പിനാൽ വിദ്വാൻ തന്റെ ജനന മരണങ്ങൾ അമ്പോട് ശൂന്യമാവാൻ ഈ വണ്ണം ചൊല്ലുന്നു കേൾ. വിദ്വാനായിരിപ്പവൻ അപ്രമത്തനായിട്ട് വിദ്യാർത്ഥ സ്ഥിതമായിരിക്കും. ഈ ജ്ഞാനത്തെ അറിഞ്ഞ് മുമ്പേ ചൊന്ന മോഹഭാഷാദികളെ അറുത്തി വരുത്തിയിട്ട് യമിയായി ഭവിക്കുന്നു. വൃക്ഷാഗ്രേ കൂട്ടിൽ മുട്ട വെച്ചിരിക്കുന്ന കകം ഇക്ഷിതി തന്നിൽ ചിത്തവേപതുഗാത്രത്തോടും സങ്കേതത്തിങ്കൽ നിന്ന് ശാന്തനായി പുറപ്പെട്ട ശങ്കയാ സാമർഥ്യത്തെ വിട്ട് സഞ്ചരിച്ചിട്ട് മെലവേ അഹോരാത്രം കൂടതിൽ കിടക്കുമ്പോൾ മുക്തിസംഖ്യേന ബുദ്ധിയായേറ്റം സഞ്ചരിക്കാതെ മുക്തനായ വിദ്വാൻ ബുദ്ധി ഇങ്ങനെ ശമിപ്പിക്ക. മാനുഷജന്മം ശ്രേഷ്ഠമായതു ലഭിച്ചവൻ താനിക സുദുർലഭമാം ശുഭനരപ്ലവം ഗുരുവാം തുഴയുമായ അനുകൂലമായ അജ്ഞൻ തരണം ചെയ്യുകയിൽ ജനനമായാർണവം. യാതൊരു നിവൃത്തനായിരിക്കുന്നൊരു യോഗി ചേതസി വിരക്തനായ അഭ്യാസാൽ ജിതേന്ദ്രിയനായവൻ നിശ്ചലനായി മടി കൂടാതെ മാർഗമായതോടിട ചേർന്നിട്ട് ആത്മാവിൻ വശം ചേരും. മാനസഗതി പുറം പോകാതെ നിർത്തി പിന്നെ പ്രാണനെ ജിതനായിട്ടിന്ദ്രിയം ജിതനായി സത്വഗുണസമ്പന്നമായൊരു ബുദ്ധി കൊണ്ട് സത്വമാനസമാത്മവശത്തെ പ്രാപിക്കുന്നു. ഇങ്ങനെ പരമയോഗസ്ഥനായി മനസ്സിനെ സംഗ്രഹസുതനായി മാനസഗ്രഹണത്തെ ഇച്ഛിച്ചുദ്ധമം മേന്മേൽ പിന്നെയോ വാഞ്ചിക്കുന്നു. സാഖ്യഭാവനായി തന്റെ സർവഭാവങ്ങൾ കൊണ്ടും സകലത്തെയും പ്രതിലോമവും അനുലോമാകമേ അവൻ അനുധ്യായനാം അവൻ മനം സന്തുഷ്ടി ഭവിക്കുന്നു. നിവൃത്തനായിക്കൊണ്ട് സന്തതം വിചാരജ്ഞനായേറ്റം വിരക്തനായിരിക്കും. പുരുഷന്റെ മനസ്സ് കാഠിന്യത്തെ ധരിക്കയില്ല. ഖനം ധരിക്കും സംശയം. നിയമാദികളായ യോഗമാർഗങ്ങൾ കൊണ്ടും വിമലാന്വേഷിക്കാതി വിദ്യകൾ കൊണ്ടും എന്റെ അർച്ചനോപാസനാദി എന്നിയെ ഭക്തി യോഗം നിശ്ചയം വരികയിൽ ഇന്ദ്രാദിസുരന്മാർക്കും. യോഗിയായവൻ പ്രമാദത്താലെ നിന്നിതമാം ഭോഗാദികർമ്മം തന്നെ ചെയ്തതങ്ങിരിക്കലും യോഗത്തിൻ മഹിമ കൊണ്ടതിനെ ദഹിച്ചുപോം. യോഗജ്ഞാനത്തിൻ മീതെ പ്രയത്നം മറ്റു വേണ്ട. കർമ്മികളായവർക്കും ജാത്യാശുദ്ധർക്കും അവർ തന്നെ അധികാരത്തിനുടെ അവസ്ഥ പോൽ യാതൊരു നിഷ്ഠകളും സഗുണമായിരിച്ചൊല്ലാം. യാതൊരു നിഷ്ഠകളും സുഗുണമായി ചൊല്ലാം. ഇതുകൊണ്ടല്ലോ നിയമങ്ങളും ഉണ്ടായി വന്നു. ഗുണദോഷങ്ങളായ വിധികൾ രണ്ടുകൊണ്ടും ഗുണമാമന്റെ കഥ തന്നിൽ ശ്രദ്ധാലുവായി വന്നിട്ട് സർവകർമ്മങ്ങളിലെ ശ്രദ്ധകളും നന്നായി നിവർത്തിച്ചു വേദദൃശ്യാത്മാവായി ഭുജിക്കും. കാമങ്ങളെ ഏറ്റവും ത്യജിച്ചിട്ട് സ്മരിച്ചു പിന്നെ പുനരനെയും വജിക്കേണം. പ്രീതനായി ദയാലുവായി ദൃഢസൗഹൃദനായി ചേതസി ദുഃഖ സമ്പർക്കങ്ങളാം കാമങ്ങളെ നിന്ദിതനായിട്ട് എന്നാൽ ചൊല്ലപ്പെട്ടൊരു ഭക്തിയോഗത്താൽ വരിക്കുന്ന മുനിതൻ കാമങ്ങൾ പോം. ഹൃദയ ഗ്രന്ഥിയുള്ളോൻ സർവദാ എന്റെ ഹൃദി മുദിത സ്ഥിതനായി സകല ഹൃദ്ഗ്രന്ഥിയെ നശിപ്പിച്ച് അഖില സന്ദേഹങ്ങൾ ഛേദിക്കുന്നു. ദിശി സർവാത്മകനായിരിക്കുമെങ്കിൽ തന്നെ ദൃഢമായിരിക്കുന്ന വ്യാപാരത്തിങ്കൽ അവൻ ഇഷ്ടകർമ്മങ്ങൾ സർവകർമ്മവും നശിക്കുന്നു. അതിനാൽ മൽഭക്തി സംയുക്തനാകുന്ന യോഗിക്ക് അതിമുഖ്യമാം ജ്ഞാനവൈരാഗ്യയോഗം കൊണ്ടും മൽഭക്തി ഏതുമായിട്ട് ഏറ്റവും ശ്രേയസ്സുണ്ടാം. ധരിക്ക സകല കർമ്മങ്ങളെ കൊണ്ടും പിന്നെ തപസ്സുകൊണ്ടും ജ്ഞാനവൈരാഗ്യ യോഗം കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും സർവകർമ്മങ്ങൾ കൊണ്ടും വരുന്ന ശ്രേയസ്സുകളൊക്കെയും വീണ്ടും വണ്ണം തിരഞ്ഞു വന്നു കൂടും എന്നുടെ ഭക്തിയോഗാൽ.
എന്നുടെ ഭക്തനതിനില്ല സംശയമേതും. എന്നിടം സ്വർഗമോക്ഷാർത്ഥിക്കുടൻ ലഭിക്കുന്നു. ധീരന്മാരായ സാധുജനങ്ങൾ മൽഭക്തരായി പരിരേകാന്തസരായി എന്നെ വാഞ്ചിക്കുന്നു. എന്നാലേ പുനർജന്മമില്ലാതെ നിരപേക്ഷാനന്ദമായി പരമായിട്ടിരിക്കും മോക്ഷത്തെ ഞാൻ തന്നെ കൊടുക്കുന്നതെന്നതു ഹേതുവായി ചിന്തയിൽ ആശാവിരഹിതയാകുന്ന ഭക്തി നിരപേക്ഷകനാകും അവനുഭവിക്കുന്നു. ഏകാന്തഭക്തരായി സാധുവായി സമചിത്തരാകുന്നവർക്കെല്ലാം വേണ്ടും ഗുണങ്ങൾ വന്നുകൂടും. ഇത്തരമെന്നാൽ ചൊല്ലപ്പെട്ടത് ചെയ്യുവോർക്ക് ചിതായി പരമായി ബ്രഹ്മമായി ഇരിക്കുമെൻ സ്ഥാനത്ത് ഗമിച്ചിടാം. കേട്ടാലും വഴി പോലെ മാനസവികൽപ്പങ്ങൾ ദൂരെ പോയി നശിച്ചിടും. ഭക്തി പ്രജ്ഞാന ക്രിയാത്മകങ്ങളായിരിക്കും ഇതുകൾ മമ ബ്രഹ്മസ്ഥാനമാർഗങ്ങളല്ലോ. ദുഷ്ടനിഗ്രഹ ശിഷ്ടപാലനോപായത്താലവിഷ്ടഭജനം സന്മാർഗത്തിങ്കൽ രമിപ്പാനും ഓരോരോ ജനത്തിന്റെ അധികാരങ്ങൾ നോക്കി നേരായി യാതൊന്നിന്റെ നിഷ്ഠകൾ പലതരം സഗുണമായും വിധി പറയും. അതുകൊണ്ട് സഗുണം നിർഗുണവും ഒന്നായിട്ടറിയണം. വിദതമല്ല രണ്ടു ഒന്നൊന്നുകൂടെ വിധേയമായറിഞ്ഞു രണ്ടിങ്കലും വിപരീതം ചേതസി ഭവിച്ചീടിൽ ശൂന്യമായി വരും നൂനം. ശത്രുവെ ജയിപ്പാനും ക്ഷുദ്ര കർമാദികൾക്കും എത്ര താൻ ഗുണമെന്നതാകിലോ. ഗുണത്തിങ്കൽ നിന്നിടും നിർഗുണത്തിൽ നിന്നു തൻ കർമ്മത്തിലും നിന്നിടും ദോഷമതും വരുമെന്നറിഞ്ഞാലും സഗുണത്തോട് വിപരീതമായിരുന്നാലും നിർഗുണ സഗുണങ്ങൾ രണ്ടിലും ഇരുന്നിട്ട് വർഗമായി വന്നുകൂടും ദോഷമെന്നത് നൂനം. സഗുണമായിട്ടുള്ള സമസ്ത പ്രപഞ്ചവും ജഗതി വാഴേണ്ടുകിൽ സഗുണമോ ഭജിക്കേണം. ജഗത്ത് ഗുണമായ സംസാരമെന്ത ദുഃഖം. ജഗതി നിന്ന് മോക്ഷം വേണമെന്നാകിൽ അവൻ നിർഗുണാത്മകം സേവിച്ച അവന്റെ സഗുണമാം വിഗ്രഹാദികൾ സർവം ബ്രഹ്മണി സമർപ്പിച്ച് നിത്യമല്ലാതെ മിഥ്യാമായതൻ ഗുണം മൂന്നും നിത്യാത്മാവെന്ന് കണ്ട് നിർഗുണ ശബ്ദം വിട്ടാൽ സതാസത്തുകൾ വേദം ദ്വൈതാദ്വൈതങ്ങൾ പോയി മുക്തനായി നാലാം പദം പ്രാപിച്ചുകൊള്ളും തന്നെ. വ്യക്തമാം മായാഗുണം ബുക്ക് മൽഭക്തന്നത് വ്യക്തമായി തിരഞ്ഞറിഞ്ഞ് എൻ മായാഗുണത്തിനെ തങ്കലെ അടക്കി കണ്ടിട്ട് വിഷുവുമെല്ലാം തങ്കലെ ചേർത്ത് താനുമെൻ ഗുരുമായ എന്ന് കണ്ടാഭിന്നമായി ഗുണം നിർഗുണം തന്നെ ചേർത്ത് രണ്ടുമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഭക്തന്റെ രണ്ടായി ചൊല്ലും ഗുണമൊന്നിലും വിരോധം ഉണ്ടാകയില്ല. രണ്ടുണ്ടെന്നാകിലതും വേറെ ഉണ്ടാകയില്ല. ഭക്തനും ഞാനും ബ്രഹ്മം നിർഗുണോപാസകത്വം വശമല്ലെന്നാകിലും സഗുണാത്മകനാകും എന്നെ സ്വർഗാദി കാമ്യം ഇവ കൂടാതെ ഭക്തി സിദ്ധ്യത്വം ഭക്തിജ്ഞാന വഴിയും പാർത്ത് സേവിപ്പവനും എന്റെ ഗുണവർജിത വർണ്ണനത്തെ മോക്ഷബന്ധങ്ങൾ ഭേദസജ്ജനായി മൽഭക്തിയിൽ പരിചൽപ്പിച്ചുകൊള്ളും. വിവിധ വേദാന്ത സാരാർത്ഥവാക്യങ്ങൾ കേട്ടിട്ട് അവനും നിർഗുണാത്മാവിങ്കൽ വൈരവുമില്ല. ഗുണകാമികളായിട്ടെന്നെ സേവിപ്പവർക്കും ഗുണവർജിതവാക്യരസമല്ലെന്നാകിലോ നിർഗുണോപാസനയാൽ സഗുണമായവനും സ്വർഗാദി സർവകാമ്യ ഫലവും വേണമെങ്കിൽ ആയത് വരുമെന്നു ചൊല്ലുന്നു വേദമതും. ആയതുകൊണ്ടു ഓർത്താൽ നിർഗുണ സഗുണത്തിനേതുമേ വിരോധത്തിന് അവകാശവുമില്ല. ആയതുകൊണ്ട് സഗുണോപാസം നിർഗുണവും മായയാ സേവിക്കാതെ രണ്ടിനും വിരുദ്ധനായാൽ അവനൊരു ഗതിയില്ല. കാമവും വരാ, കായവും നന്നായി വരാ, ജന്മവും നന്നായി വരാ, ദേഹാഭിമാനം പോകാ, ഹീനജന്മവും വരും. തന്നുടെ അഭിമാനം പോകണമെന്നാകിലോ ദേഹാഭിമാനം പോകാനാകും നിരുപാസന.
പിന്നെ ഒന്നിനെ മേലെ സാക്ഷിയായി സേവിക്കണം. എന്നാൽ ജന്മവും മേന്മേലേറെ ചെന്നന്യമില്ല. തന്നോട് ചേർന്ന് സംസാരമുടൻ തീരും നൂനം. സഗുണസേവ്യൻ സഗുണാത്മകനുടൻ ജന്മ സ്വഗത ഗുണധർമ്മവും ഇവയും അറിയണം. പദാതി കേശാന്തവും കേശാദിപാദാന്തവും അതരാൽ അനുലോമ പ്രതിലോമവുമായിട്ടറിഞ്ഞ് ഗുണമൂർത്തി തന്നുടെ ഗുണത്തിന്റെ വിരകമതും നന്നായി ഓർത്തു സേവിക്ക വേണം. നിർഗുണോപാസകനും നിർഗുണത്തിങ്കൽ നിന്ന് വിഗത ഗുണജാതമത്യാരോപാധിമാർഗ വിവരം അറിഞ്ഞ ത്യാരോപത്തിനടക്കമം അപവാദത്തെ കാര്യകാരണമായിടക്കി നിർഗുണത്തിങ്കൽ ചേർന്ന് പ്രതിലോമാനുലോമം ജഗത്താദിയെ ചിന്തിച്ചു അഴിച്ചു സേവിക്കേണം. സഗുണമാകുന്നതുമായ അനുകൂലമെന്നും അത് മോചിച്ചാൽ ബ്രഹ്മം നിർഗുണമൊന്നേയുള്ളൂ. മായ സഗുണവും നിർഗുണം ബ്രഹ്മമെന്ന് വേദം ചൊല്ലുന്നതോത്താൽ സഗുണം ബ്രഹ്മമല്ലോ. ബ്രഹ്മലക്ഷണം സഗുണത്തിന് കൽപ്പിക്കുമ്പോൾ നിർമ്മല സഗുണവും നിർഗുണമൊന്നേ വരൂ. ആയതുകൊണ്ട് സഗുണോപാസം നിർഗുണവും ജ്ഞേയമായി രണ്ടു ജ്ഞാനി ഭക്തന് ഭേദമില്ല. ആയതുകൊണ്ട് സഗുണോപാസം നിർഗുണവും ജ്ഞേയമായി രണ്ടും ജ്ഞാനിഭക്തന് ഭേദമില്ല. സഗുണോപാസനയും നല്ലതെന്നതേ വേണ്ടോ. സഗുണം സാരൂപ്യമം ജ്ഞാനത്താൽ അതു കണ്ടാൽ നിർഗുണം ബ്രഹ്മയോഗമത് സായുജ്യമുക്തി. സഗുണ നിർഗുണങ്ങൾ രണ്ടും കൽപ്പിച്ചു സേവിച്ച് അവനും ആത്മമയമാവനുമെങ്കിൽ ചേർന്ന് സമസ്ത ജ്ഞാനഭക്തി കർമ്മസാഫല്യം വരും. അധികാരികൾ വേദം കൊണ്ട് ദോഷവും ഗുണം വിധിക്കുന്നിത് രണ്ടായി വേദങ്ങൾ. ഇതമതിൽ ശുദ്ധിയും അശുദ്ധിയും ഗുണവും ദോഷം ശുഭം ശുദ്ധമല്ലാതോരശുഭം ആചാരവും ഭേദമായി വിധിച്ചതിൻ സാരം ചൊല്ലുവൻ കേൾക്കാ. വേദിച്ചേടിത് ദൈത സന്ദേഹം തീരും ഹൃദി. എത്രയും സമാനമായിരിക്കും വസ്തുക്കളിൽ ശുദ്ധി എന്നതുകൊണ്ടിട്ട് അശുദ്ധി വിധിക്കുന്നു. സമത്വം ശുദ്ധി വേദമാകുന്നൊരശുദ്ധിയും സമത്വമായാലേതും അശുദ്ധിയില്ലല്ലോ. ബ്രഹ്മമുണ്ട് ഇല്ലെന്നതും ബ്രഹ്മത്തിൽ ലക്ഷണവും തന്മനം തന്നെ സന്ദേഹിപ്പത് ഗുണദോഷം. ബ്രഹ്മസന്ദേഹം തീർന്നാൽ ഗുണദോഷവുമില്ല. ജാതി ധർമ്മവും അതിനടുത്ത കർമ്മങ്ങളും ചേതസി അറിഞ്ഞ് ചെയ്തേറ്റവും ഭക്തിമാനായി നിൽപ്പത് ശുഭം. ഇതമില്ലാത്തത് അശുഭവും കൽപ്പിതമിതുകൊണ്ട് ജാത്യഭിമാന കർമ്മമില്ലെന്നാൽ ശുഭാശുഭം രണ്ടുമില്ലാതവരും ചൊല്ലുവാൻ ഇനി ആചാരങ്ങളെ വിധിച്ചതും ജാതി ധർമ്മത്തെ കൈക്കൊണ്ടിടുക നിമിത്തമായി പാതകം തീർന്ന് ശുദ്ധ നിർമ്മലമറിവാനും ആചാരങ്ങളെ വിധിച്ചിടുന്നതെന്നറിഞ്ഞാലും ആചരിച്ചില്ല ജാതി ധർമാഭിമാനം പാരം എന്നിരിക്കലോ പിന്നെ ആചാരമതുമില്ല. എന്നിവയെല്ലാം സാക്ഷി വസ്തുവിന്റെ ഉദ്ദേശത്താലായതുകൊണ്ട് ധർമ്മകർമാചാരങ്ങളിവ ചേതസി ബ്രഹ്മജ്ഞാനമാർഗങ്ങളല്ലോ. ബ്രഹ്മത്തെ വിട്ടു ചെയ്താലും ചെയ്തതല്ലെന്ന് ഉണ്മകളെല്ലാം മുമ്പേ പറഞ്ഞു തന്നേനല്ലോ. ബ്രഹ്മവാദികളായ സ്ഥാവര ജംഗമങ്ങൾ അഖണ്ഡ സംയുക്തമായ ദേഹാദി സമസ്തവും പഞ്ചഭൂതങ്ങളുടെ ധാതുക്കൾ തന്നെയല്ലോ. കിഞ്ചന പോലും പഞ്ചഭൂതമല്ലാതെയില്ല. സമമായിരിക്കുന്ന സർവഭൂതാത്മാക്കളെന്ന നാമരൂപങ്ങളായി വേറായി ചൊല്ലും വേദം. ഏകമായിരിക്കുന്നതങ്ങൾ തൻ സ്വാർത്ഥം തന്നെ ഏകമായി സിദ്ധിപ്പാനായി ഭേദമായി കൽപ്പിക്കുന്നു. നാനാത്വം കണ്ടറിയും താനേക സ്വാർത്ഥമാകും. നാനാത്വമില്ലാതാകിലേകത്വമറിയുമോ ദേശകാലാദിഭാവമാകും. വസ്തുക്കളുടെ ഗുണദോഷങ്ങളെല്ലാം വിധിക്കുന്നത് പാർത്താൽ കർമ്മങ്ങൾക്കായും നിയമങ്ങൾക്കങ്ങായിക്കൊണ്ടും
നിർമ്മലമല്ലാതെയാ ദേഹാദിയില്ലെന്നാകൽ ആകൃഷ്ണസാര ബ്രഹ്മണ്യത്വദേശം നീചം സകലേശ്വരൻ തന്റെ കഥ ചൊല്ലാത്ത ദേശം അശുചി പിന്നെ കൃഷ്ണസാര സംയുതേവി സദ്വിശുദ്ധ ജനഹീനം കർമായ വിപരീതം സംസ്കൃതത്തിങ്കൽ അറിവാലെ വാഴുന്നവനും നിഷ്കാമ കർമ്മൻ ധർമ്മകർമ്മണ്യ ഗുണവാനും കാലവസ്തുവിൽ നിന്ന് ചലവേ എന്നീ നിവൃത്തന്മാരാകയും ചെയ്ത് കർമ്മങ്ങൾ ചെയ്ത് മറ്റും കർമ്മങ്ങൾ സമ്പാദിക്കാം. നിർമ്മലമതേ പറഞ്ഞിടുവൻ കേട്ടാലും നീ വസ്തുവിൽ ശുദ്ധി കൊണ്ടും ശുദ്ധിയിൽ ദ്രവ്യം കൊണ്ടും തത്വവാക്യത്താൽ സംസ്കാരത്തിനാൽ കാലം കൊണ്ടും മഹതത്വത്താലും ആത്മതത്വാലും ശക്തിയാശക്തി സഹിത ബുദ്ധി കൊണ്ടും സമൃദ്ധി കൊണ്ടും ആത്മാ തന്നുടെ അന്യങ്ങളാൽ ശുചിത്വം വന്നിടുന്നിത് എന്നതുപോലെ ദേശാവസ്ഥാനുസ്വാരിതയാൽ തങ്ങൾ യാതൊന്ന് പൂജിക്കുന്നിതായതുകൊണ്ടും മംഗല ജലഗന്ധ പുഷ്പധൂപങ്ങൾ കൊണ്ടും എന്നിവ കൊണ്ടും നന്നായ അലങ്കാരങ്ങളാലും നന്ദിതം പച്ചപ്പുഴു ഇഷ്ടാദി ശുദ്ധാശുദ്ധമാകിയ ഗന്ധമെന്നീ നന്നായി ഹരി തന്നെ ലോകവാസികൾ ഭജിച്ചിടുന്നിദേവം. പിന്നെ തന്നുടെ പ്രകൃതിയെ ജ്ഞാനദാനാദി തപസ്സെന്നീ അവസ്ഥ വീര്യ സംസ്കാര കർമ്മത്താലെ അഭ്യാസത്തിങ്കൽ നിന്നു ലഭിക്കും മനഃശുദ്ധി. അതുകൊണ്ടിട്ടും കർമ്മമാചരിക്കുകയും വേണം ദ്വിജന്. മന്ത്രപരിജ്ഞാനത്താൽ കർമ്മശുദ്ധി സകല കർമ്മമെങ്കിൽ തന്നെയായി അർപ്പിപ്പതും ധർമ്മസമ്പാദ്യം ഇതു തന്നെ എന്നറിയണം. ധർമ്മമതാറു വിധങ്ങളിൽ അതറിഞ്ഞാലും ഗുണജം സംഗമത്ര സകർമാവരണവും ഗുണസാമ്യത്താൽ ദോഷമില്ലെന്നത് അഞ്ചാമത്. ഗുണനാശത്താൽ അധപ്പതനം എന്നും യുദ്ധം ഗുണധർമ്മങ്ങൾ വിപരീതമാമതിനാലെ ഒരിക്കൽ ഗുണമത് ദോഷമായി ഭവിക്കുന്നു. ധരിക്ക ദോഷത്തെ താൻ ഗുണമായി വിധിക്കുന്നു. ഗുണമാകുന്നതെന്തെന്നാൽ അത് ധരിക്കണം. ഗുണദോഷാർത്ഥ ഗ്രഹണത്തിന്റെ നിയമനം ഗുണദോഷങ്ങൾ രണ്ടും ചിന്തിക്കും നേരത്തിങ്കൽ ഗുണദോഷങ്ങൾ രണ്ടും ഭേദത്തെ കളയുന്നു. ഗുണചിന്തനജ്ഞാനാൽ ഗുണത്തെ പൂർവാപരം ഗുണിച്ചിട്ടോരോ ഗുണമെടുത്ത് മറ്റേതിനെ വിടർത്തും നേരം വിട്ട ഗുണവും ദോഷമായി പോം. പിടിച്ച ഗുണമതും ഇങ്ങനെ മേന്മേൽ പോയി ചെല്ലുമ്പോൾ പിരിച്ചെഴുതിയിടും മാനസജ്ഞാനം നല്ല സത്വമാം ഗുണമതിനു മേലെ നിൽക്കും. നിർഗുണ ബ്രഹ്മം ഗുണാതീതമുവിയത്തിങ്കൽ സഗുണം പോകെ നിർഗുണഭേദം തള്ളി നിൽക്കുമ്പോൾ ഗുണമെല്ലാം ദോഷമായി വന്നുകൂടും. ഏകമാം ഗുണദോഷം രണ്ടില്ലെന്നറിയുമ്പോൾ ഗുണദോഷങ്ങൾ ചിന്തിച്ചതു രണ്ടിന്റെ ഭേദം തനിയെ അതുകളാൽ തന്നെ പോവുകയും ചെയ്യും. കർപ്പൂര ദീപം പോലെ ഗുണചിന്തനാൽ ഗുണം ഒപ്പമായി നിർഗുണാത്മമയമായി പോയിടുന്നു. സമമാകുന്ന കർമാചരണത്തിങ്കൽ ഒരു കർമ്മദോഷങ്ങളേതുമില്ലെന്നതറിയണം. ഗുണങ്ങൾ തന്നാൽ ഗുണോൽപത്തിയും ഗുണോത്സംഗം ഗുണനാശത്താൽ അധപതനമതും തന്നാൽ ഏതെന്നാലെന്നാകിലും അതതിൽ നിന്നുമേലെ ചേതസി സർവം നിവർത്തിച്ചിരിക്കണം താനും. ഹരിതൻ പതേ നിന്നിട്ട് അസത്വം നിവർത്തിക്കും. പരമധർമ്മം നരന്മാർക്കിത് ക്ഷേമമല്ലോ. ശോകമോഹാദി ഭയമൊക്കെ പോം. അതിനാലെ ശോകാദി ദോഷഗുണം ഗുണത്തെ ഉണ്ടാക്കുന്നു. വിഷയങ്ങളാൽ ഗുണാരോപമായി പുമാന്മാർക്ക് ദോഷമാ ഗുണത്തിൽ നിന്നുത്ഭവിക്കുന്നു സംഘം. സംഘത്തിൽ നിന്നു കാമം, കാമത്തിൽ നിന്നു കലി, കൽമഷത്തിങ്കൽ നിന്നു വൈഷമ്യമായ ക്രോധം, അതിങ്കൽ നിന്ന് തമോ ഗുണവും തമസാംശം,
മതിമാന്മാരാം നരന്മാർക്കും ചേതനാനാശം വരുന്നു തമോ ഗുണാകാരമാം ജന്തുശൂന്യം വരുന്നിതതിങ്കൽ നിന്നവന് തത്വഭ്രമമായിക്കൊണ്ട് മൂർച്ഛിതനായ വിഷയാഭിനിവേശാൽ മൃതനായ ആത്മാവിന് ചേതനാപരമായ മരപ്പാവയെ പോലെ എന്നും വ്യക്തമാകും. നരന്മാർക്ക് ഈ ചൊല്ലിയ ശ്രുതിയും ശ്രേയസ്സല്ല. വാദവിത്ത ശ്ലേഷ്മങ്ങളേതിൽ നിന്നിട്ടു രോഗം ജാതമെന്നോത്ത് സൂക്ഷ്മ വൈദ്യം എന്നതുപോലെ ജന്മകാമേഷു സ്വജനേഷു ദേഹപ്രാണേഷു വചനനായിട്ടേറ്റം സജ്ഞനായിരിക്കുന്ന മർത്യമാനസം തനിക്ക് അനർത്ഥ ഹേതുവല്ലോ. ദേഹാദ്യങ്ങളിൽ ബുധൻ തനിക്കു കാമം കൊണ്ട് മോഹമാം തമസിനെ പ്രാപിച്ചിടുന്നതില്ല. ഈ വണ്ണം കുബുദ്ധികളാകുന്നോരജ്ഞാനികൾ കേവലം അറിയായ കൊണ്ട് ചൊല്ലുന്നു താനും. അഗ്നിയിൽ പുകയ്ക്കുള്ളിൽ പെട്ടുടൻ വലയുമ്പോൾ ഭേദബുദ്ധിയാൽ ദൂതരായേറ്റം അഭിമാനാൽ തന്നുടെ ലോകം സ്വർലോകത്തെയും അറിയാതെ മന്ദരായി വിഫലമാ ശ്രുതിയാം കുസുമത്ത ഫലമെന്നോർത്ത് വേദ സിദ്ധാന്തമറിയാതെ പലതും അറിഞ്ഞേനെന്ന് ആപത്തിനായി ചൊല്ലിക്കാമികളായി കൃപണന്മാരായി ലുബ്ധന്മാരായി നിർമ്മല ഫലഗ്രഹണത്തെയും അറിയാതെ കുസുമങ്ങളിൽ ഫലമെന്നോർത്ത് പുഷ്പം മുഖ്യവസന്തേഹേനെ എന്നെ രൂപമായി അറിഞ്ഞിട്ട് ഹൃദിതാൻ യാതൊന്നത് കൂടും മന്ത്രം പ്രണവം വധിച്ച് നിഹാരജൽ ദൃഷ്ടിയെത്താതവണ്ണം മായയാൽ മൂടി എന്റെ മതമേന്തതും ഉള്ളിൽ ന്യായമായി അറിയാതെ പൂർവം പരോക്ഷത മുഖ്യമെന്നോർത്തിട്ട് അപരശ്രുതി വിട്ടു പിന്നെ വിഖ്യാത പരോക്ഷമം നാനാത്വശ്രുതികളെ നിശ്ചയിച്ച് അതിൽ വിഷയാത്മകന്മാരായിട്ട് വിശ്വാസാൽ പശുക്കളെ വെറുതെ വ്രതത്തിനാൽ ഹിംസിച്ചിടുന്നു. ഹിംസാവ്രതം ഏതെന്നാകിലും ഹിംസയാ കാമം ഭജിച്ചിടുന്നതെന്നുണ്ടെങ്കിൽ കൊന്നൊരു പശുശേഷം ഭജിക്കുന്നതും പിന്നെ തിന്നേണമെന്നുമില്ല. വേണമെന്നുണ്ടെങ്കിലോ യജ്ഞത്തിൽ ഹിംസ ചെയ്ത് ഹോമിക്ക. പൂജിക്കുന്നത് അജ്ഞാനം ഹോമത്തിന് ചുറ്റും ഇതല്ലയല്ലോ. മുന്നേതാൻ വേദധ്വനി കേട്ടിട്ട് ബുദ്ധി കൊണ്ട് നന്നായി കർമ്മങ്ങളിൽ തൽഭോഗ സുഖേച്ഛയാം ഹിംസയാ കളിപ്പാനായി ആദിന്യലാഭത്തിനും പശുക്കൾ തന്നെ ഹതം ചെയ്തിട്ടു യജിക്കുന്നു. പശുക്കൾ പോലെ വാഴും കലന്മാരായ ജനം പശുപ്രാണികൾ തമ്മിൽ തിന്നല്ലോ വാഴൂ ന്യായം. ദേവതായജനം ഇതെങ്കിലെങ്കിലോ ഇതുകൊണ്ട് കേവലം പിതൃഭൂതപതിയെ യജിക്കയും വേണമോ. ദേവയജ്ഞാൻ കലന്മാർ യജിച്ചുക കാണുന്നു പിതൃഭൂതപതിയെ മറ്റും പാർത്താൽ സ്വപ്നതുല്യമാം സ്വർഗം ശ്രവണപ്രിയ ലോകം വിഘ്നമാമിത് മനസ്സിങ്കലെ സങ്കൽപ്പിച്ച് രാജസതത്വതമോ നിഷ്ഠന്മാരായിരിക്കും അജവാസവർ മുമ്പാം ദേവകൾ അവർ തന്നെ രാജസതത്വതമോ ബുദ്ധികളായിട്ടിത്തം യജിച്ചും ഉപാസിച്ചും സ്വർഗം പൂക്കവിടെന്നും പതിച്ച് പുണ്യശേഷാൽ ഇവിടെ മഹാകലെ ജനിച്ച് മഹാശാലരായിടും പുനരേവം ഉത്ഭിതം പൂർവ്വവേദവാക്യങ്ങൾ കൊണ്ടും അവന് തന്നെ നൃക്കൾ തന്നെ ചഞ്ചലായി സംസാരത്തിൽ മഗ്നരായി അതിലതിബുദ്ധീനരായി പരവിഷയങ്ങളിൽ നോക്കി നിൽക്കുന്ന ജനങ്ങളിൽ പരമാർത്ഥകമായി നിൽക്കുന്നവരെന്റെ പരമാർത്ഥമം വാക്കും യജ്ഞം ഇവർക്ക് ശോഭിക്കുന്നതിലേതുമേറ്റം ഗൂഢം ഇവർക്ക് ദൃശ്യമല്ലാതോർക്കുകിൽ പ്രത്യക്ഷമാം ബ്രഹ്മാത്മ വിഷയങ്ങളാകിയ വേദങ്ങളും കർമ്മകാണ്ഡവും ഉപാസനാകാണ്ഡവും പിന്നെ ജ്ഞാനകാണ്ഡവും ഇവ ഇതം മൂന്നു കാണ്ഡമായിക്കൊണ്ട് മുന്നേതാൻ പരോക്ഷവാക്യങ്ങളാം വേദങ്ങളെ ഋഷികൾ പരോക്ഷ കാര്യങ്ങളാം ഇവയെന്ന് വിഷമമെന്നേ വിഷമിച്ചിട്ടറിയുന്നു. ജന്മം വന്നത് കർമ്മഭോഗങ്ങൾ പോരായികയാൽ ജന്മത്താൽ കർമ്മമോഹം വർദ്ധിച്ചു പെരുകുന്നു. ജന്മകർമ്മങ്ങൾ തൃപ്തി വന്നിടാത്തതെന്തെന്നാൽ തന്നുടെ അജ്ഞാനത്താൽ എന്നതേ പറയേണ്ടു.
ആയതുകൊണ്ട് കർമ്മഭോഗങ്ങൾ നിലപ്പിച്ച് ചേതസി ജ്ഞാനം വരുത്തിയിടുവാനായിക്കൊണ്ട് ചെയ്തത് പരോക്ഷമാം കർമ്മകാണ്ഡത്തെ മുൻപിൽ കൈതവും എന്നെ വണ്ണം തിരിച്ചു നിർത്തി വീണ്ടും ഭോഗങ്ങൾ ഭുജിപ്പിൻ എന്നാകിലും നിൽക്കായികയാൽ ഭോഗങ്ങൾ ഇന്ന ജാതി ഇന്നതേ ചെയ്യാവിത് എന്നു കൽപ്പിച്ചു മധ്യമാംസങ്ങൾ യജ്ഞത്താലും നന്ദന ലാഭത്തിന് സ്ത്രീസംഘം വേളി ചെയ്ത ഇഷ്ടിയോട് ആനന്ദമായിരുന്നു കൊള്ളിൻ. പിന്നെ ഇഷ്ടിശേഷത്തെ പൂജിക്കുന്നത് യോഗ്യമല്ല. കാണിച്ചും ഹോമിച്ചിട്ടും കളവിൻ മറ്റു വേണ്ട. പ്രാണ വല്ലഭ തന്നെ പുത്രങ്കലാക്കിയിടുവിൻ. വേഗേന തപസ്സിനു വനത്തിൽ പോവിനെന്നും ഭോഗത്തെ കുറച്ച് ഉപാസനയെ കൽപ്പിച്ചത്. ബ്രഹ്മമൊന്നുണ്ട് ചിത്തമുടക്കി നോക്കിക്കൊള്ളിൻ. നിർമ്മലമെന്നതിനാൽ ചിത്തവേകാഗ്രമാക്കി. അതിലും ബഹുവിധമുണ്ടല്ലോ വൈരാഗ്യങ്ങൾ, അതിലും സ്വർഗാതിഭേദങ്ങൾ ഉണ്ടെന്നു ചൊല്ലി വീതിയിൽ കർമ്മസാക്ഷി ഭോഗശക്തിയും നേർപ്പിച്ചതിനാൽ ബ്രഹ്മം കാണാതിരിക്കും നേരത്തിങ്കൽ ദണ്ഡപാത്രങ്ങൾ യജ്ഞമഗ്നി യജ്ഞോപവീതം ദണ്ഡമെന്നീശിഖ മുതലായി സർവത്തെയും ത്യജിപ്പിൻ സന്യാസത്തെ കൈക്കൊള്ളിനെന്നും ചൊല്ലി യജനം വിട്ട് സന്യാസത്തിങ്കലാക്കി വെച്ച് പിന്നെയും ബ്രഹ്മം കാണാത്ത അന്ധരായിരിക്കുമ്പോൾ മൂന്നാമതായി ജ്ഞാനകാണ്ഡത്തെ കാട്ടി അതിൽ തന്നാലേ എണ്ണി സാക്ഷിയും സർവസാക്ഷി തന്നെയും തത്വപദാൽ ജഗത്തിന്റെ നിത്യത്വം നന്നായിട്ട